ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെയർ ബണ്ണ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബണ്ണിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ബണ്ണും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളൻ ത്രെഡാണ്. ഈ ഒരു ഉള്ളൻ ത്രെഡ് ഐ തിങ്ക് 12 രൂപ എന്തോ തന്നെ ഉള്ളൂ. ഞാൻ വാങ്ങിക്കുമ്പോൾ 12 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഉള്ളൻ ത്രെഡ് നമ്മൾ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3-4 കളേഴ്സ്, നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണം അതിനനുസരിച്ച് എടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഉള്ളൻ ത്രെഡ് ഇല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ജ്വല്ലറി ഒക്കെ മേക്ക് ചെയ്യണം, ആ ഒരു ത്രെഡ് വെച്ച് ചെയ്യണമെന്ന് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ നൈലോൺ ത്രെഡ് ഉണ്ട് ഇതിൻ്റെ തന്നെ, അത് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്തിൽ ആവശ്യമെന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ ലെങ്ത്ത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഇഴകൾ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 10 ഇഴകളാണ് എനിക്ക് ആവശ്യം. അപ്പോൾ 10 ഇഴയ്ക്കുള്ളത് ഞാൻ എടുത്തിട്ട് മൊത്തം 5 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 പ്രാവശ്യം എടുത്തതിന് ശേഷം നമ്മുടെ ബണ്ണിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. പക്ഷേ ചെയ്യുന്ന സമയത്ത് നോക്കി ചെയ്യുക, ഇല്ലെങ്കിൽ പെർഫെക്ഷൻ കുറവുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധയോടെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് സെയിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. കുട്ടികളൊക്കെ കയ്യിലെടുക്കാൻ നല്ല ഈസി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ത്രെഡ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്ലാക്ക് കളർ ബണ്ണുണ്ടല്ലോ, നോർമൽ ഹെയർ ബണ്ണ്, ആ ഒരു ഹെയർ ബണ്ണിലേക്ക് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമെന്നല്ല, നമ്മളിത് ബണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഇതെങ്ങനെ എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം കണ്ടു, ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ബണ്ണാക്കി എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ 10 ഇഴ നമുക്കിതിൽ കിട്ടും. നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് അഴിയെടുക്കുക കേട്ടോ. ഇനി കട്ടി കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നൂലും കൊണ്ട് കെട്ടിട്ട് കൊടുക്കണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കുക ബണ്ണിൻ്റെ ഈ ഒരു അറ്റത്ത് വന്നിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മൾ കെട്ടിടുമല്ലോ, നോർമലി കെട്ടിടുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിൽ കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സിമ്പിളായിട്ടുള്ളത് ഇതാണ്, പക്ഷേ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ബണ്ണും ഒന്ന് വലിച്ചു കൊടുക്കുക, അത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. നല്ല 2 സൈഡും ഒപ്പമാവുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത കളർ നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്ത കളർ എടുത്തതിന് ശേഷം നമ്മൾ അതും ഇതേപോലെ 10 ഇഴയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം 5 ഇഴ നല്ല ലെങ്ത്തിൽ എടുക്കുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, എത്ര കളേഴ്സാണോ എടുക്കണം അത്രയും കളേഴ്സ് ത്രെഡ് ഒരുമിച്ച് വെച്ച് മടക്കിയിട്ട് വെട്ടി മാറ്റി വെക്കുക കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ കെട്ടിട്ട് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്, അയ്യോ ലെങ്ത്ത് മെഷർമെൻറ്റ് ചെയ്തില്ലല്ലോ, മെഷർ ചെയ്ത് എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ അത് അഴിക്കാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര ടൈറ്റ് ആയിപ്പോയി. അപ്പം പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇനി അങ്ങനെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, മെഷർമെൻറ്റ് ചെയ്യാൻ മറന്നു കെട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യുമ്പോൾ ആ ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ മടക്കി കെട്ടിയതിൻ്റെ ഈ ഒരു കുഞ്ഞു വശം കിട്ടും. ഇനി അത് ഒന്നും കൂടെ നമ്മൾ മടക്കണ സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് നൂലിൻ്റെ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു നൂല് കിട്ടും. ആദ്യം ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഒന്ന് പിടിക്കുക. എന്നിട്ട് അതിനെ സെൻറ്ററിൽ പിടിച്ചിട്ടൊന്ന് മടക്കുക. അപ്പോൾ വലിയ ലെങ്ത്ത് കിട്ടും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഈ ഒരു നൂല് എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ലെങ്ത്ത് തന്നെ കിട്ടും. ഇനി അത് മടക്കിയിട്ട് നമുക്ക് 5 ഇഴയായിട്ട് എടുക്കാം കേട്ടോ. 5 ഇഴയായിട്ട് എടുക്കുക. പിന്നെ അത് മടക്കണ സമയത്ത് നമുക്ക് 10 ഇഴയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ കട്ടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നീളമുള്ള മുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ എടുക്കുക. ഇല്ല നിങ്ങൾക്ക് ഷോർട്ടായിട്ട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു, ഇതിലിപ്പോൾ 10 ഇഴയുണ്ട്. ഇങ്ങനെ മടക്കുന്ന സമയത്ത് 10 ഇഴയുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഈ പിങ്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഞങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കുറച്ച് ബെറ്റർ ആയിരിക്കും. മുടിയുടെ കളർ അനുസരിച്ചിട്ട് മറ്റിപ്പോൾ ഡാർക്ക് കളറുള്ളൊരു ബ്ലാക്ക് കളർ മുടിയാണ്, ഞങ്ങളുടെ നല്ല ഡാർക്ക് മുടിയാണ്, കറുപ്പ് കളറുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് എടുത്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും, നന്നായി എടുത്തറിയും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഫുള്ള് വർക്ക് ചെയ്യണമെങ്കിൽ ഫുള്ള് ത്രെഡ് വെച്ച് കവർ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് എത്രണ്ണം വേണോ അത്രണ്ണം വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ എൻഡ് വശം വന്നിട്ട് ഒന്ന് കത്രികയും കൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കെട്ടുന്ന സമയത്ത് ഒപ്പം വെച്ച് കെട്ടും. എനിക്ക് ആദ്യത്തെ ഒപ്പമായി, പക്ഷേ പിങ്ക് എനിക്ക് അറ്റം വന്നിട്ട് ഒപ്പമായില്ല. അങ്ങനെ ഒപ്പമായില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ത്രെഡും നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരേപോലെ നിൽക്കില്ല, ഡിസോർഡർ ആയിട്ട് നിൽക്കും, ഓർഡറിൽ നിൽക്കില്ല. അങ്ങനെ ഓർഡറിൽ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഓർഡറിൽ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ
ഇതുപോലെ ഈ ബണ്ണിലിട്ട് കെട്ടുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് കെട്ടാൻ വേണ്ടി നോക്കുക കേട്ടോ. രണ്ടറ്റവും ഒരുമിച്ച് വലിച്ചു പിടിച്ചിട്ട് തന്നെ കെട്ടുക കേട്ടോ. അപ്പോൾ രണ്ടറ്റവും നമുക്ക് നല്ല രീതിയിൽ ഒരേപോലെ ഒരേ മെഷർമെൻറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് കണ്ടു, സെൻറ്ററിൽ 4 ആ അറ്റത്ത് 3 ഈ അറ്റത്ത് 3 അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ മുടി പിന്നുന്ന പോലെ പിന്നി കൊടുക്കാനാണ് പോണത്. പിന്നാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് കാണുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ആ അറ്റത്ത് നിന്ന് സെൻറ്ററിലേക്ക് എടുക്കുക, പിന്നെ ഈ അറ്റത്ത് നിന്ന് സെൻറ്ററിലേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് മുടി പിന്നണ പോലെ ഇത് പിന്നിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെങ്ത്ത് കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ എൻ്റെ മക്കളുടെ മുടി കുറച്ച് ലെങ്ത്ത് കുറവായത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞ് ലെങ്ത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്ത് ഉള്ളവർക്ക് കൂടുതൽ ലെങ്ത്തിൽ ഇത് ചെയ്തിട്ടിട്ടാലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. എൻ്റെ ഒപ്പീനിയനാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഇതുപോലെ പിന്നിയിട്ട് നമ്മൾ എത്തുന്ന സമയത്ത് കണ്ടോ ഒന്ന് വലിച്ചു കൊടുക്കണം. ഈ ഒരു ത്രെഡ് ഇങ്ങനെ മടങ്ങി ഇരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ പിന്നി വരിക. എന്നിട്ട് നമ്മൾ എൻഡിൽ വന്നിട്ട് വേറെ സെയിം കളർ ത്രെഡ് എടുത്തിട്ട് നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഇഴ എടുത്തിട്ട് കണ്ടോ, അതിൻ്റെ തന്നെ ഒരു ത്രെഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നൂലൊന്ന് ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെ ചുറ്റിയിട്ടൊന്ന് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് ലോക്കായി. അതിന് അഴിഞ്ഞ് വരുമൊന്നുമില്ല. എന്നാലും ഞാൻ കഴിഞ്ഞ് വരുന്ന പോലെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. പക്ഷേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കെട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വേറെ സെയിം കളർ തന്നെ ത്രെഡ് എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എൻഡ് വന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. കത്രികയുടെ കാര്യം പിന്നെ പറയണ്ട, എൻ്റെ കയ്യിലുള്ള എല്ലാ കത്രികയും മുറിച്ച് പോയി കിടക്കണം. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു മാസം തികച്ച് നിന്ന് അത്രയും ഭാഗ്യം. ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യണതിൻ്റെ എന്താ പറയുക തെറ്റായിരിക്കാം കത്രിക മുറിച്ച് പോണത്. ഓക്കെ, എന്തോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മുടെ പിങ്ക് ഉണ്ടല്ലോ, പിങ്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് പിന്നി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ പിന്നി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ അതിങ്ങനെ അടുത്തേക്ക് വരും. നമുക്ക് പിന്നുന്ന സമയത്ത് ടൈറ്റായിട്ട് ചിലപ്പോൾ പിന്നാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി കുത്തുന്ന ക്ലിപ്പോ അല്ലെങ്കിൽ റൈറ്റിംഗ് പാഡോ ഏതിലെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ഞങ്ങളിത് ഈ ഒരു ബണ്ണ് വന്നിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അവിടെ വെച്ചതിന് ശേഷം വലിച്ച് എവിടെയെങ്കിലും ഒട്ടിക്കുക അല്ലെങ്കിൽ കെട്ടി വെക്കുകയും വെച്ചതിന് ശേഷം അല്ല ജനലിലൊക്കെ ഒരു നൂലൊക്കെ ഇട്ടിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് തുന്നി കൊടുത്ത് കുറച്ചുകൂടെ നല്ല ടൈറ്റായിട്ട് കുറച്ച് ലെങ്ത്തിൽ കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ലെങ്ത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നൂലൊന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ലെങ്ത്ത് ആവും. ഒരു പൊടിക്ക് ഈ ഒരു ഉള്ളൻ ത്രെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്ത്ത് കിട്ടും. അത്രേ പറയാൻ പറ്റുള്ളൂ, ഭയങ്കര ലെങ്ത്ത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പിങ്കും ഇതേപോലെ നമ്മൾ പിന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പിങ്കിലും നമ്മൾ അതേപോലെ എത്തുന്ന സമയത്ത് എൻഡിൽ വന്നിട്ട് ഒന്നില്ലെങ്കിൽ സെയിം കളറിൽ തന്നെ ഞങ്ങൾ നൂലും കൊണ്ട് ചുറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ത്രെഡ് എടുത്തിട്ട് അതും കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കൊണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ 2 കളറേ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഓൾറെഡി എൻ്റെ മോൾക്ക് ഞാൻ ഒരെണ്ണം ചെയ്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾ സ്കൂളിലേക്ക് പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ കൂടെ ഇത് അത്രയ്ക്ക് മാച്ച് ആയില്ല എന്ന് തോന്നിയത് കാരണം ഞാൻ യൂണിഫോമിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു സ്കൂളിലേക്കൊക്കെ വേണം പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇത് കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റിയൊരു സാധനമാണെന്ന്. അപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതല്ല, നമ്മൾ ബണ്ണിൽ തുന്നിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഫസ്റ്റ് ടൈം ചെയ്തത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അവളുടെ മുടി ഇത്രയും ലെങ്ത്ത് ഉള്ളൂ. അപ്പം മേലെ കൊണ്ട കെട്ടി കൊടുത്തിട്ട് അതിൽ ഞാൻ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നല്ല സൂപ്പർ സാധനമാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നത് കാരണം തന്നെ നിങ്ങൾ ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ റെഡിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കളർ കോമ്പിനേഷനൊക്കെ നല്ല സൂപ്പറാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ബീഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് ആഡ് ചെയ്തതിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ പിന്നി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ ബീഡ്സ് ഇട്ടിട്ട് പിന്നെ ബാലൻസ് പിന്നെ ഒരു ബീഡ്സ് ഇട്ടിട്ട് പിന്നെയും ബാലൻസ് പിന്നെ അങ്ങനെ ചെയ്യും. ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും പിന്നെ ഒരു ദിവസം ആ ഒരു വീഡിയോ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് ആഡ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ സൂചിയും നൂലും കൊണ്ട് ജസ്റ്റ് ഒന്ന് അറിയാത്ത രീതിയിൽ സെയിം കളർ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ തുന്നി കൊടുത്താലും മതി കേട്ടോ. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും ഇളക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് അഴിഞ്ഞു വരില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഉള്ളൻ ത്രെഡ് ആയത് കാരണം അഴിഞ്ഞു വരില്ല. പക്ഷേ നൈലോൺ ത്രെഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കാനും ഇല്ലെങ്കിൽ അത്
അപ്പോൾ അഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മ് യൂസ് ചെയ്യാം കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗമ്മൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ എന്തായാലും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക കേട്ടോ. ബേബി സി യു.